YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുകളിലെ ഗൊണ്ടോള യാത്രയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഡ്രങ്ക് വാട്ടർഫോൾ കാണാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ താഴെ ടങ്മർഗിൽ വന്നതിന് ശേഷം ഇവിടുന്ന് വീണ്ടും മറ്റൊരു വണ്ടിക്ക് വേണം ഡ്രങ്ക് വാട്ടർഫോളിലേക്ക് പോകാനായിട്ട്. ടങ്മർഗിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. നമ്മൾ മുകളിൽ ഗൊണ്ടോള റൈഡിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരു ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരു സ്കോർപിയോയാണ് ഇവിടുന്ന് ബുക്ക് ചെയ്തത്. 1500 രൂപയാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് പറഞ്ഞത്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് സ്കോർപിയോയ്ക്ക് 500 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 750 രൂപ കൊടുത്താൽ മതി നമുക്ക് പോയിട്ട് തിരിച്ചു വരാനായിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഇവരോട് ബാർഗെയിൻ ചെയ്ത് സമയം കളയാനായിട്ടില്ല, കാര്യം ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് നമ്മൾ 1500 രൂപ കൊടുത്ത് ഈ സ്കോർപിയോ ബുക്ക് ചെയ്തത്. ആള് നമ്മളോട് 2000 രൂപയാണ് പറഞ്ഞത്. അത് 1500 രൂപയ്ക്ക് നമ്മൾ ഉറപ്പിച്ച് പോകുവാണ് അങ്ങോട്ട്. നമ്മൾ കാശ്മീരിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ടുവരുന്ന ടാക്സി ഡ്രൈവർമാരെ നമുക്ക് വേണ്ടിയിട്ട് ടാക്സി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സംസാരിക്കാൻ വിടാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം അവർ പോയിട്ട് സംസാരിച്ചിട്ട് നമ്മളോട് വന്ന് പറയുന്ന റേറ്റ് അവരുടെ കമ്മീഷനും കൂടെ ചേർത്തിട്ടുള്ള റേറ്റ് ആണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എത്രയുണ്ട്, അവിടത്തേക്ക് നോർമലി റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മളൊന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കുന്നതും നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വളരെയധികം ഉപകരിക്കും. ഡ്രങ്ക് വാട്ടർഫോളിലേക്ക് പോകാനായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ATV ബൈക്കുകളാണ്. ATV ബൈക്ക് എന്ന് പറയുന്നത് ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നാണ്. ഈ വെഹിക്കിളിന് ഇവർ ചോദിക്കുന്നതെന്ന് പറയുന്നത് 2000 തൊട്ട് 3000 രൂപ വരെയാണ് ഇവർ ഈടാക്കുന്ന ചാർജ്. ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഒരു ബൈക്കിൽ 2 പേരെ കയറ്റത്തുമില്ല, ഒരു ബൈക്കിൽ ഒരാളെ കയറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ് അതിൻ്റെ റേറ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കോർപിയോ എടുത്തത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വാട്ടർഫോളിനടുത്തേക്ക് എത്തി. ഈ കാണുന്നതാണ് ആ വാട്ടർഫോൾ. ഡിസംബർ അവസാനം ജനുവരി ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വാട്ടർഫോൾ കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ട് കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. എന്തായാലും നമ്മൾ വരുമ്പോൾ വാട്ടർഫോൾ കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ടില്ല, എങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർഫോൾസിനുള്ളത്. ലോക്കൽസും വണ്ടിക്കാരും ഒക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. ഇവിടെ ഈ വാട്ടർഫോൾസിനോട് ചേർന്ന് തന്നെ ഹോം സ്റ്റേയും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂവും ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണിത്. അതുപോലെ തന്നെ ഈ വാട്ടർഫോൾസിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു പ്രീ വെഡിങ് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് അരവിന്ദും അരവിന്ദിൻ്റെ വൈഫും. ഇവരെ നമ്മൾ ഗൊണ്ടോളയിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ഇവരാണ് നമ്മളോടൊപ്പം ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് വന്ന ഫാമിലി. ഇവരിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് തന്നെ ഇവർക്ക് തിരിച്ചു പോകണം എത്രയും പെട്ടെന്ന്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഇവർക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് ഒരുപാട് മുകളിൽ ഡ്രങ്ക് ഗ്ലേസിയറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ എത്തുമ്പോൾ ഈ ഡ്രങ്ക് വാട്ടർഫോളായിട്ട് മാറുന്നത്. ഇതിവിടെ നിന്നും ഒരു ചെറിയ നദിയായിട്ട് രൂപപ്പെട്ട് ഇവിടുന്ന് മുന്നിലേക്ക് ഒഴുകി പോവുകയാണ്. ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് വെള്ളമില്ലാത്തത്. ജൂൺ ജൂലൈ സമയങ്ങളിൽ ഈ വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ നദി നിറഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പലയിടത്തും കണ്ടതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് പേര് റീൽസൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ തന്നെ കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ് മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. ആ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അതിമനോഹരമാണ്.
നമ്മൾ അങ്ങനെ ഡ്രങ്ക് വാട്ടർഫോൾസിന്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തിരികെ നമ്മൾ ശ്രീനഗറിലേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾ സമ്മറിലാണ് ഗുൽമർഗിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കാണാൻ പറ്റും ഗുൽമർഗിൽ. നമ്മൾ തിരിച്ച് ശ്രീനഗറിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഇവിടെ സൈഡിൽ ഒരു ആപ്പിൾ തോട്ടം കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തിയതാണ്. നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് വരുന്ന വഴിക്കാണ് ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളും വാൾനട്ട് തോട്ടങ്ങളും ഒക്കെ ഉള്ളത്. ഗുൽമർഗിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളും അതുപോലെ തന്നെ ബദാമിന്റെ തോട്ടങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഡിസംബർ ജനുവരി വിന്റർ മാസങ്ങളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. ശരിക്കും നമ്മൾ കാശ്മീരിൽ വന്നിട്ട് ഇത്രയും ദിവസമായി, എന്നിരുന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ആപ്പിൾ തോട്ടം കാണുന്നത്. ഈ തോട്ടത്തിലേക്ക് കയറുന്നതിന് ഇവിടെ എൻട്രി ഫീസ് ഒരു 20 രൂപ കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് ആപ്പിൾ പറിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇത് അൺസീസൺ ആയതുകൊണ്ട് ഇത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നതാണ് ഇപ്പം ഈ മരത്തിലുള്ള ആപ്പിളുകൾ. ഇവിടെ തന്നെ അവർക്കൊരു സ്റ്റോളുണ്ട്. അവിടെ കുറച്ച് ആപ്പിളുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആപ്പിളിൻ്റെ ജ്യൂസ് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് അവർ നമുക്ക് അടിച്ചു തരുന്നുണ്ട്. അതും കൂടാതെ കണ്ട് ഇവിടെ ലോക്കലിൽ നിന്ന് തന്നെയുള്ള റെഡ് ബെറീസ്, ബ്ലൂബെറി, സ്ട്രോബെറി ഇത്തരം കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊണ്ടുള്ള പിക്കിൾസും ഒക്കെ ഉണ്ട് ഈ കടയിൽ. ഒരുപാട് വെറൈറ്റി ആയിട്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരം ഐറ്റംസ് ഒക്കെ ഈ കടയിലുണ്ട്. എല്ലാ സാധനങ്ങളും ഒന്നും നമുക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് മേടിച്ചു. പ്രൈസ് ആണെങ്കിലും അത്ര കൂടുതലൊന്നുമല്ല, വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമ്മൾ ഒരുപാട് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ കുറച്ച് പ്രൈസൊക്കെ കുറച്ചും തരും നമുക്ക്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് സ്ട്രോബെറി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് അവിടെ നിന്നൊരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ച്. നമ്മുടെ ഡ്രൈവറോട് നമ്മൾ പറഞ്ഞിരുന്നു പഷ്മീന ഷാള് ഉണ്ടാക്കുന്നത് നമുക്ക് കാണണമെന്ന്. അങ്ങനെ അത് കാണിക്കാനായിട്ട് നമ്മുടെ ഡ്രൈവർ കൊണ്ടുവന്ന് കയറ്റിയൊരു കടയാണിത്. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇവിടെ പഷ്മീന ഷാൾ ഉണ്ടാക്കുന്നില്ല, ഇവിടെ ഇവർ വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഡ്രൈവർ നമ്മളെ കൊണ്ടുവന്ന് കയറ്റിയിരിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർപ്പറ്റുകളും അതുപോലെ തന്നെ പഷ്മീന ഷോളും ഒക്കെ വിൽക്കുന്ന ഒരു സുവനീർ ഷോപ്പിലാണിത്. നമ്മൾ ഈ കടയിലേക്ക് കയറിയപ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നു നമ്മളൊന്നും വാങ്ങാനല്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് വന്നതെന്ന് അവരോട് പറഞ്ഞിരുന്നത്. അതിമനോഹരമായ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഈ കടയിൽ. ഒട്ടുമിക്ക സാധനങ്ങളും ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും വില അല്പം കൂടുതലാണ്. ഇദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധനങ്ങളെയൊക്കെ കുറിച്ചും അതിനെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ കാണുന്ന തടി കൊണ്ടുള്ള ഉരുപ്പടികളും ഫർണിച്ചറുകളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വാൾനട്ട് ട്രീ വുഡ് കൊണ്ടാണ്. ഇവിടെ കാണുന്നതിൽ ഭൂരിഭാഗം സുവനീറുകൾ നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ മാഷി കൊണ്ടാണ്. പേപ്പർ മാഷി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന പേപ്പർ പൾപ്പാക്കി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് പേപ്പർ മാഷി. അതുകൊണ്ട് തന്നെ പല പ്രോഡക്റ്റുകളും വളരെ വെയ്റ്റ്ലെസ് ആണ്, എന്നാൽ തന്നെ സ്ട്രോങ്ങുമാണ്. ഈ സുവനീറുകളുടെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയത് നേരെ തുണിത്തരങ്ങളുടെ ആ ഒരു ഏരിയയിലേക്കാണ്. അതായത് ഈ കാശ്മീരിൽ തന്നെ ഉണ്ടാക്കുന്ന ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, ഷോള്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ കാണുന്ന മെറ്റീരിയൽസിലൊക്കെ ഉള്ള എംബ്രോയിഡറി വർക്കുകൾ ഒരു 90% ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. 700 rupees തൊട്ട് ചുരിദാർ മെറ്റീരിയലുകൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അത് പിന്നെ അങ്ങോട്ട് മേളിലോട്ട് 25,000 വരെയൊക്കെ പോകുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽസ്. ക്ലോത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ പ്രൈസുകൾ ഏറിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട്. കാശ്മീരിലെ ജനങ്ങളുടെ ഒരു ജീവിത രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100-ൽ 95% വീടുകളിലും ഒരു കൈത്തറി യൂണിറ്റ് എങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കാർപ്പറ്റിൻ്റെതാകാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയൽസുകൾ നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു കൈത്തറി യൂണിറ്റ്
എല്ലാ വീടുകളിലും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്കത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഹോൾഡ് ഉള്ള ആരെങ്കിലും നമ്മുടെ കൂടെ വേണം. ആ വില്ലേജിലോ അല്ലെങ്കിൽ ആ ഏരിയയിൽ അതുപോലെ ഹോൾഡ് ഉള്ള ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീടുകളിലേക്ക് കയറി ചെന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാനും മറ്റും പറ്റത്തുള്ളൂ. എന്തായാലും നമ്മളതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തായാലും നമ്മളത് ഷൂട്ട് ചെയ്തിരിക്കും. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടേ നമ്മൾ കാശ്മീരിൽ നിന്ന് പോകുള്ളൂ. നമ്മൾ ചുരിദാർ മെറ്റീരിയലുകളൊക്കെ കാണിച്ചതിന് ശേഷമാണ് അവർ ശരിക്കും കാശ്മീരിൻ്റെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാശ്മീരി പഷ്മീന ഷോള്, അത് ഒറിജിനൽ പഷ്മീന ഷോള് അത് കാണിച്ചത്. ഈ കാണുന്നതാണ് ആ പറഞ്ഞ പഷ്മീന ഷോള്. പഷ്മീന ഷോളുകളിൽ നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി ബേസിൽ നോക്കിയാൽ ഇതൊരു മീഡിയം പ്രോഡക്റ്റ് ആണ്. ഇതല്ല ഇതിൻ്റെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റും ഹൈ എൻഡിലുള്ള പ്രോഡക്റ്റും ഇതല്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില, ഈ കാണുന്ന ഈ ഷോളിൻ്റെ വില എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഈ കാണുന്ന സൈസിലുള്ള ഒരു ഷോള് ഫുള്ളായിട്ട് നെയ്തെടുക്കാനായിട്ട് ഒരാൾക്ക് വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 2 തൊട്ട് 2.5 വരെ വർഷം സമയമാണ്. അതായത് നമ്മൾ ഈ കാണുന്ന ഷോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ 2.5 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്. പഷ്മീന ഷോളുകളുടെ പ്രൈസ് എന്ന് പറയുന്നത് അതങ്ങ് ടോപ്പിലേക്ക് പോകും തോറും ഏകദേശം 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ വരെയൊക്കെ പോകുന്നുണ്ട് അതിന്റെ പ്രൈസ്. ആള് തന്നെ നമ്മളോട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൗത്തിലേക്കുള്ളവർ, സൗത്ത് ഇന്ത്യൻസ് ഈ പ്രോഡക്റ്റ് വളരെ കുറവാണ് മേടിക്കുന്നത്. അവർ ശരിക്കും കളക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മേടിക്കുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയാൽ, അതായത് പഞ്ചാബ് അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ സാധനങ്ങൾ വിറ്റുപോകാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പഷ്മീന ഷാളാണ് ഈ കാണുന്നത്. ഇതിന് ശരിക്കും ബോർഡറിൽ മാത്രമേ വർക്കുള്ളൂ, അതല്ലാണ്ട് ഉള്ളിലേക്കൊന്നും വർക്കില്ല. നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോളാണ്. ഇതിന്റെ ബോർഡറിൽ മാത്രമാണ് കുറച്ച് വർക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 22,500 രൂപയാണ്. വളരെ കുറവാണ് ഇതിന്റെ പ്രൈസ്. ഒറിജിനൽ പഷ്മീന ഷോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും അത് റീസെയിൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റീസെയിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനുശേഷം വന്നത് മറ്റൊരു സെക്ഷനിലേക്കാണ്. ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ വോളിൽ തൂക്കുന്ന മാറ്റുകളും അതുപോലെ തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഡൈനിങ് ടേബിൾ കർട്ടനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 2000 തൊട്ട് മുകളിലേക്കാണ്. 2000, 2500, 3000 അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ ലെങ്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇവിടെ തന്നെ പല ടൈപ്പിലുള്ള ജാക്കറ്റുകളും പല ടൈപ്പിലുള്ള സ്വെറ്ററുകൾ, അങ്ങനെയുള്ള ഒരുപാട് ലേഡീസിനും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ പറ്റുന്ന പലതരത്തിലുള്ള ജാക്കറ്റുകളും സ്വെറ്ററുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവർ പറയുന്നത് ഇതെല്ലാം ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ഉള്ളതാണ്. അതിൽ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്, മിഷ്യൻ മെയ്ഡും ഉണ്ട്. അതിനനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ വില കൂടുതലും കുറവും ഉണ്ട്. അതിനുശേഷം ആൾ നമ്മളെ കൊണ്ടുപോയത് നേരെ കാർപ്പറ്റുകളുടെ സെക്ഷനിലേക്കാണ്. ഈ കാണുന്ന ഒരു കാർപ്പറ്റിന്റെ വില എന്ന് പറയുന്നത് 35,000 രൂപയാണ്. അതിന്റെ പ്രൈസിനെക്കാട്ടിലും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ये 8 साल पुराना है। 8 साल यूज्ड है। यू पुराना मतलब यूज्ड है। യൂസ്ഡ് इसका प्राइस है 35,000 रुपीस। 8 വർഷം മുമ്പ് ഇവരുടെ ഒരു കസ്റ്റമർക്ക് ചെന്നൈയിലേക്ക് വിറ്റ കാർപ്പറ്റാണിത്. ഇവർ 8 വർഷം മുമ്പ് ആ കസ്റ്റമർക്ക് ഈ സാധനം കൊടുത്തത് 8,000 രൂപയ്ക്കാണ്. അവർ 8 വർഷം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊടുത്ത കാർപ്പറ്റിന്റെ വിലയാണ് 35,000 രൂപ എന്ന് പറയുന്നത്. ഇവരിവിടെ വിൽക്കുന്ന കാർപ്പറ്റുകൾ ശരിക്കും ഒറിജിനൽ കാർപ്പറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും തോറും അതിന്റെ ഷൈനിങ് വർദ്ധിക്കുകയും അതിന് വാല്യൂ കൂടുകയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഈ കാണുന്ന കാർപ്പറ്റിന്റെ വില എന്ന് പറയുന്നത് 7,000 രൂപയാണ്. എന്നാൽ ഇതേ വലുപ്പത്തിൽ കാണുന്ന ഈ 2 കാർപ്പറ്റുകളുടെ വില എന്ന് പറയുന്നത് ഒന്നിന് 4,000 രൂപയും ഈ കാണുന്നതിന് 1,500 രൂപയുമാണ് വില. इसमें 1200 रीड्स है पर स्क्वायर इंच। ഈ കാണുന്ന ഒരു വലിയ കാർപ്പറ്റിന്റെ വില എന്ന് പറയുന്നത് 42,000 രൂപയാണ്. ഇതേ വലുപ്പത്തിലും മറ്റ് 2 ക്വാളിറ്റിയിൽ കൂടെ കാർപ്പറ്റുകൾ ഇവിടെ ഉണ്ട്. 28,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും, അങ്ങനെ 3 ക്വാളിറ്റിയിലാണ് കാർപ്പറ്റ് ഉള്ളത്. ഇവർ കുറേ കാര്യങ്ങൾ ഈ കാർപ്പറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല, കാര്യം അത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. പക്ഷേ ഇവിടെ കാണുന്ന ഈ കാർപ്പറ്റുകളിൽ മിക്കതും കൈകൊണ്ട് നെയ്ത കാർപ്പറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വിലയും വളരെ അധികമാണ്. അതേസമയം മിഷീനിൽ നെയ്ത കാർപ്പറ്റുകളുണ്ട്. കാഴ്ചയ്ക്ക് ഒരുപോലൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ വില വളരെ കുറവാണതിന്. ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ കാശ്മീരിൽ നിന്നുള്ള ഒറിജിനൽ കാർപ്പറ്റാണ് വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കും തോറും അതിൻ്റെ ഷൈനിങ് കൂടിക്കൂടി വരുമെന്നാണ് ഇവർ പറയുന്നത്.
നമ്മൾ സാധനമൊന്നും മേടിക്കാൻ വന്നതല്ലെന്നറിഞ്ഞിട്ടും അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെ ഓരോ സാധനങ്ങളും കൊണ്ടുനടന്ന് കാണിക്കുകയും അതിനെക്കുറിച്ച് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നത്. ശരിക്കും കാശ്മീരിൽ വന്നിട്ട് ഇവിടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ്. പ്രത്യേകിച്ച് മലയാളികളോട് ഇവർക്കൊരു ചെറിയ സ്നേഹ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും കുറച്ചൊക്കെ സുവനീറുകൾ നമ്മൾ അവിടുന്ന് മേടിച്ച് 1-2 ഐറ്റംസും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ചിറങ്ങി. നമ്മളങ്ങനെ റൂമിലെത്തി നമ്മളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിരിക്കുന്ന അതേ സ്ട്രീറ്റിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ശക്തി സ്വീറ്റ്സ് എന്നാണ്. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ ഭക്ഷണം ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു. പാനിപൂരിയും അതുപോലെ തന്നെ നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കടയിൽ കിട്ടുന്നത്. ഇവിടുത്തെ ഫുഡ് നല്ലതായതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ. നമ്മളെന്തായാലും ഓർഡർ ചെയ്ത ഫുഡ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു പാനിപൂരി മേടിച്ച് 2 പേരും അത് കഴിച്ച്. നല്ല ടേസ്റ്റുള്ള പാനിപൂരിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലുള്ള ഒരു ടേസ്റ്റ് അല്ല. ഇവിടുത്തെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന പാനിയും കുറച്ച് ഡിഫറൻ്റ് ആണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കിട്ടി തുടങ്ങിയത്. നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു മെയിൻ ഡിഷായിട്ടുള്ള ആലു ടിക്കിയും കുറച്ച് സ്വീറ്റും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയായിരുന്നത്. പിന്നെ നൂഡിൽസും ആണ്. ഇവിടെ നോൺ വെജ് ഡിഷുകളൊന്നും തന്നെ കിട്ടത്തില്ല. 100% വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണിത്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നവരിലധികവും. കാശ്മീരിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാശ്മീരിന്റെ ഫുഡ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഫുഡ് കഴിയുന്നതും ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. മറ്റു പല സ്ഥലങ്ങളിലെയും പോലെ ഫ്രിഡ്ജിൽ വെച്ചത് ചൂടാക്കി തരുന്ന ഒരു പ്രവണത ഞാനിവിടെ എങ്ങും കണ്ടില്ലെന്നുള്ളതാണ്. ഇവിടെ ഫ്രഷ് ആയിട്ട് ജിലേബി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് മേടിക്കാനായിട്ട് നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ലൊരു ലൈൻ തന്നെയുണ്ട് അത് മേടിക്കാനായിട്ട്. നമ്മൾ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനായിട്ടുള്ള നൂഡിൽസ് വന്ന്. നൂഡിൽസ് ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള നൂഡിൽസാണ്. അത്യാവശ്യം ഇവിടുത്തെ സ്പൈസസും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് നൂഡിൽസിന്. അവിടെ തന്നെ ജിലേബി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നും കുറച്ച് ജിലേബിയൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് നടന്ന്. രാത്രി 9 മണി ആയപ്പോഴത്തേക്ക് തന്നെ മിലിറ്ററിക്കാർ വന്ന് കടകളൊക്കെ അടപ്പിച്ചു തുടങ്ങി. 9 മണിക്ക് ശേഷം ഇവിടെ കടകളൊന്നും തുറന്നു വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ കാശ്മീരിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.